ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ആദ്യം ഇതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 വലിയ മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി മുട്ടയും പഞ്ചസാര നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. നമുക്കതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്നൊന്ന് അടിച്ചെടുത്താൽ മതി, പൾസിലിട്ട് അടിച്ചെടുത്താൽ മതി. നമുക്കതൊരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും കൊക്കോ പൗഡറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കാം. ഞാൻ 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. നന്നായിട്ട് എല്ലാ കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അരിച്ചെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എടുക്കാം. ഞാൻ ഇതൊക്കെ മിക്സി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇട്ടത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം രണ്ടാമതുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ വിസ്ക് വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യണ്ട. അപ്പോൾ അത്യാവശ്യം ഒന്നുകൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണൊക്കെ മൈദ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മൈദ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പം അധികം കുഴപ്പമില്ലാതെ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗമൊക്കെ ഉണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തായാലും കേക്ക് ഒന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ കുറച്ച് മുന്നേ തന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറൊരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊരു ദോശയുടെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, ഈ ഒരു കേക്ക് ടിൻ വെക്കാൻ പറ്റിയൊരു പാത്രം വെച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ആയി ചൂടാക്കാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ മേലെ ഒരു വെയിറ്റും കയറ്റി വെക്കാം. പിന്നെ അതോടെ ആവട്ടെ. ഒരു 40-45 മിനിറ്റ് സമയം എടുത്ത് എൻ്റെതാവാൻ ഓരോരുത്തരെ തീക്കനുസരിച്ചൊക്കെ വ്യത്യാസം വരും. എന്തായാലും 1/2 മണിക്കൂർ കൂടുതൽ വരും. കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ചെറിയൊരു ഇതുണ്ട്, അത് കുഴപ്പമില്ല. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പപ്പടത്തിൻ്റെ കോല് വെച്ചൊന്ന് കുത്തി നോക്കാം. അതിലൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഞാൻ തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ കറക്റ്റാக ടേസ്റ്റൊക്കെ മാറും. ചൂട് മാറിൻ്റെ ശേഷമാണ് കേക്ക് മുറിക്കാൻ നല്ലത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ സ്പോഞ്ചായിട്ട് ഉപയോഗിക്കാം. നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇതായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ടീ കേക്കായിട്ട് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. നമുക്കിത് ഐസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചോക്ലേറ്റ് കേക്കായിട്ട് ഉപയോഗിക്കാം. ഐസിങ് ചെയ്യാനുള്ളതൊക്കെ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമല്ലോ, അതായിട്ടും ഇത് ഉപയോഗിക്കാം. നമുക്ക് വെറുതെ ഈവനിങ് സ്നാക്കായിട്ട് ടീ കേക്ക് പോലെ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും കേക്ക് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത്.
അപ്പോൾ അതിൻ്റെ ആ ചൂടൊക്കെ മാറിയിട്ടാകുമ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും. ഏത് കേക്കാണെങ്കിലും അതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഐസിങ് ചെയ്യണമെങ്കിൽ ഐസിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഈവനിങ് ടൈമിൽ ചായക്ക് ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.